പഴംപൊരി എന്ന ഓഫീസിൽ കുത്തിയിരുന്നപ്പോഴാണ് കേട്ടോ ഒരു ആലോചന. അല്ലെങ്കിൽ ഈ ആലോചനയൊക്കെ വരുന്നത് എനിക്ക് തിന്നാനിരിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും പ്രത്യേകിച്ച് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെയാണ് കേട്ടോ. നിങ്ങൾ ഈ ആലോചന വിഭാഗത്തിൽ എവിടെ പെടും എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ബാക്ക് ടു എന്റെ ആലോചനയിലേക്ക് വന്നാൽ പുതിയ വണ്ടിക്ക് ഒരു സ്റ്റിക്കർ അടിക്കാനാണ് കേട്ടോ ഞാൻ ആലോചിച്ചത്. സ്റ്റിക്കർ അടിച്ചപ്പോൾ ചേട്ടൻ ചായ കുടിക്കാൻ പോയേക്കായിരുന്നു. അങ്ങനെ ചായ കുടിക്കാൻ പോയ ചേട്ടനെ വിളിച്ചു വരുത്തി ഇതേ അളവും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചു. നമ്മുടെ ചാനലിന്റെ പേരും മാഷാലയും കൂടിയാണ് കേട്ടോ സ്റ്റിക്കർ ആയിട്ട് അടുപ്പിക്കുന്നത്. അതും കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു. നെക്സ്റ്റ് ഡേ എന്റെ വണ്ടി ഓടിക്കാൻ പഠിക്കൽ പരിപാടി ഇവിടെ സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഞാനിങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും സെറ്റ് ആക്കണം. ഇന്നലെ സ്റ്റിക്കർ അടിക്കാൻ കൊടുത്ത കടയിൽ ചേട്ടൻ 2 ദിവസം കൂടി വെയിറ്റിംഗ് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് സുല്ലിട്ട് അടുത്ത ഷോപ്പിലേക്ക് വന്നിട്ടോ. അപ്പൊ അവിടുത്തെ ചേട്ടൻ നമുക്ക് വേണ്ട പ്രിന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. സ്റ്റിക്കർ സെറ്റ് ആവുന്നതിനിടയിൽ ഞങ്ങൾ പോയിട്ട് ഒരു ബ്രേക്ക് എടുത്തു. ഷെയ്ക്കും ഫലൂദയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ സ്വന്തമായിട്ടുള്ളൊരു വണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ പേരും ഇതുപോലെയൊക്കെ എഴുതി വെക്കാന്നുള്ളതും ഒരു ആഗ്രഹത്തിൽ പെട്ടതായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഇതൊക്കെ സാധിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ കൂടെ നിൽക്കുന്നവരോട് ഒരുപാട് നന്ദിയുമുണ്ട്. മാഷാല്ലയും കൂടി ആ സ്റ്റിക്കർ വന്നപ്പോൾ ഒരു പൂർണ്ണതയിൽ എത്തിയ പോലെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ചാനലിന്റെ പേര് എഴുതിയാൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നൂറയുടെ 6 ഉണ്ടല്ലോ, അത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇക്കാക്ക് എഴുതി കൊടുത്താൽ തെറ്റിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കർശനമായി പിടിച്ചു വാങ്ങി എഴുതി കൊടുത്തതാണ്. സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ മിസ്റ്റേക്ക് എന്റെ കണ്ണിൽ പെട്ടത്. ഇനിയിപ്പോൾ ആരോടും പരിഭവം പറയാൻ പറ്റാത്തതുകൊണ്ട് ആ വിഷമം ഞാൻ ഉള്ളിൽ തന്നെ കടിച്ചമർത്തയാണ് കേട്ടോ. അതൊരു വൃത്തികേടായി തോന്നുന്നില്ലെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങൾ ഇനി വീട്ടിൽ പോട്ടെ. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ.